Welcome to Rajasthan. അധികം ദൂരേക്കൊന്നും പോകുന്നില്ല, കാരണം ഫാർമേഴ്സിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ എവിടെ പോകുന്നത്? ജയ്പൂർ പോയിട്ട് 2 ദിവസം നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. വലിയ പ്രശ്നമൊന്നും ഉള്ളതൊന്നുമല്ല, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ചിലപ്പോൾ 1-2 വീഡിയോ ആയിട്ടായിരിക്കും, പക്ഷെ നമ്മൾ പോയിട്ട് വരാം അല്ലേ. കുറച്ച് ഫോഗൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, പോകാന്ന് വിചാരിക്കുന്നു. ഫോഗ് ഉണ്ട്, നല്ല തണുപ്പെന്ന് വെച്ചാൽ ഇപ്പൊ രാവിലെ 9 മണിയായി, എന്നിട്ട് പോലും ഭയങ്കര തണുപ്പാണ്. ഒരാളുടെ ബണ്ണീനെ എടുത്തിട്ടുണ്ട്. ഇതാവുമ്പോ പുതയ്ക്കവും കൂടെയും ചെയ്യാം അല്ലേ? ബണ്ണി കാണിച്ചേ. നമ്മൾ ആക്ച്വലി ആഗ്രയ്ക്കൊക്കെ പോകാമെന്ന് ഓർത്തിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടിരുന്നത്. പക്ഷേ ഫാർമേഴ്സിൻ്റെ പ്രോബ്ലം കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങോട്ടേലും പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ. നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ട്, അതിനെ ഇപ്പോൾ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി. കഴിഞ്ഞ വർഷം നമ്മൾ ഇവരുടെ കൂടെ തന്നെ ഏകദേശം ഇതേ സമയത്ത് ആഗ്ര കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. സോ സെയിം ഫാമിലി, ഫീൽസ് ഗുഡ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കാണ്. വെറുതെ ബ്ലോക്കൊന്നുമല്ല, ഫാർമേഴ്സിൻ്റെ പ്രശ്നം കാരണമുള്ള ബ്ലോക്കാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ബ്ലോക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ആഗ്രഹിക്കൊന്നും പോകാത്തത്. പക്ഷേ ഇവിടെ കുറവാണെന്നാണ് പറഞ്ഞു കേട്ടോ. നമ്മൾ എന്നിട്ട് പോലും ഒരു 3-4 സ്ഥലത്ത് നമുക്ക് ബ്ലോക്ക് കിട്ടി. പോണ വഴിക്ക് കാണാൻ ഒത്തിരി ദൂരം ഈ സെയിം ബ്ലോക്ക് എല്ലായിടത്തും ബ്ലോക്ക് ആക്കിയിട്ടേക്കോ. പോലീസ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ എല്ലായിടത്തും തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വഴിയെ നമുക്ക് വിട്ടു തന്നിട്ടുള്ളൂ. വേറെ ഒരു ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുളിക്കണത്, അവർ അടിച്ചു വാരണത്, അവരുടെ വീട് പോലെ റോഡങ്ങ് ആക്കിയേക്കുക. പക്ഷെ വേറെ ഒരു കാര്യം എന്നാ, ഒരു ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ ജനൽ താത്തിയിട്ട് പോലും, ഈ വിൻഡോ താത്തിയിട്ട് പോലും ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാത്ത അത്ര തണുപ്പായിരുന്നു. പക്ഷെ അവരൊക്കെ ആ തണുപ്പത്ത് നിന്നിട്ട് അവിടെ ഇതാക്കുന്നത് കാണുമ്പോൾ അതൊരു സങ്കടം തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫുൾ ടെൻറ്റ് കെട്ടി വീട് പോലെ NH ആക്കി എടുത്തേക്കുവാണ്. എന്നിട്ടും ഗവൺമെൻറ് ഇതുവരെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടകരമായ കാര്യമാണ്. അവൾ പപ്പാന്ന് വിളിക്കാനായിട്ട് ആരും പേടിക്കണ്ട. അവൾക്ക് ഇടയ്ക്ക് അപ്പനെ അമ്മേനെയൊക്കെ പപ്പ, മമ്മി, അങ്കിൾ, ആൻറ്റി എന്നൊക്കെ വിളിക്കൽ ഉള്ളതാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. കുറേ നോക്കിയിട്ട് നമുക്ക് വഴിയിലൊക്കെ ബ്ലോക്കൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അധികം ഹോട്ടൽസ് ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. എവിടെ വന്നേക്കണേ? ഇതാണ് കിട്ടിയത്. നിക്ക്, ഇങ്ങോട്ട് നോക്ക്. നീ ഇത്ര നേരം എന്തൊരു ഉറക്കമായിരുന്നു പൊന്ന? ഒന്നോടെ കൊടുത്തേ. ജയ്പൂരിലേക്ക് കടന്നപ്പോഴാണ് നമ്മുടെ കൂടെയുള്ള കുട്ടി പറയുന്നത്, അതായത് ജയ്പൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാണിമാരുടെ ഏരിയ ആണ്. അതായത് ഈ രാജാക്കന്മാർ റാണിമാരെ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഹോട്ടലുകളിൽ പോലും അവർ ആ റാണിമാരുടെ സ്റ്റൈലിലുള്ള എല്ലാത്തിലും ഒരു റാണി ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്, അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നോണ്ടാന്ന് തോന്നുന്നു. നമുക്ക് ആദ്യമേ ചായ തന്ന് അവരെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒത്തിരി വെറൈറ്റീസ് ഒന്നും ഇവിടെ കിട്ടില്ല. പക്ഷെ ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ പൊറോട്ടയല്ല പറാത്ത വെറൈറ്റീസ്, ആലു പൊറോട്ട, പിന്നെ സവോള ഇട്ടിട്ടുള്ള പൊറോട്ട, പനീർ പൊറോട്ട, അതും തൈരും അച്ചാറും കൂട്ടിയാണ് അവർ കഴിക്കുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി ടേസ്റ്റിന് നമ്മൾ കൂടെ എന്തെങ്കിലും കറി പറയുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഭയങ്കര ഹെവിയാണ്. നമുക്ക് ഒരെണ്ണം കഴിക്കുമ്പോഴത്തേനും ഫുള്ളായിക്കോളും. പിന്നെ ഇവിടെ തന്നിട്ടില്ല, ബാക്കി മിക്ക സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴത്തേനും ഒരു ലോഡ് ബട്ടർ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. അത് നല്ല ഫ്രഷ് ബട്ടർ. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ പിങ്ക് സിറ്റി ജയ്പൂരിലേക്കുള്ള യാത്രയിലാണ്. അവിടെ ഒരു വലിയ ഹനുമാന്റെ പ്രതിമ കണ്ടോ. ഗുലാബി നഗർ ജയ്പൂർ മേ ആപ്കാ ഹാർദിക് സ്വാഗത് ഹേ, അതായത് പിങ്ക് സിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ജയ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു. ജയ്പൂർ എന്ന് അവിടെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ജയ്പൂരിലേക്ക് കടന്നപ്പോഴത്തേനും ഒത്തിരി പട്ടങ്ങൾ കണ്ടു അവിടെ തൂക്കിയിട്ടേക്കുന്നത്, എല്ലാ കടയുടെ മുന്നിൽ കൂടെയും, പിന്നെ കുട്ടികൾ പറത്തുന്നതും ഒക്കെ. അപ്പോൾ ചോദിച്ചപ്പോഴറിഞ്ഞത് ജനുവരി 14 കൈറ്റ് ഡേ ആണ്, അതായത് പട്ടത്തിൻ്റെ എന്തോ ഒരു ദിവസമാണ് അന്ന്. അതുകൊണ്ടാണ് ആ കടകളിലൊക്കെ പട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജയ്പൂർ സിറ്റിയിലേക്ക് കടന്നു. ഫുൾ പിങ്ക്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഫുൾ പിങ്കാണ്. ഇനി ആ ഏരിയ ഫുള്ള് നല്ല രസം എന്ന് പറഞ്ഞാൽ, പിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പോട്ടെ ഒരു പിങ്ക് അല്ല, ഒരു ഓറഞ്ച് ചേർന്നിട്ടുള്ള ഒരു പിങ്കാ. നല്ല രസം എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു ഏരിയ ഫുൾ പിങ്ക് ആയിരിക്കും ഇപ്പോഴും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. എല്ലാ കടകളും അവർ ആ കളർ തന്നെയാണ് ചെയ്തേക്കുന്നത്, കടകൾ, വീടുകൾ എല്ലാം. പിന്നെ നോർമലി ഞാൻ ഒരു യാത്ര പോകുമ്പം ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് കാണാനുള്ളത്, അല്ലെങ്കിൽ ആ സ്ഥലത്തെ പ്രത്യേകതകൾ. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പം പ്രത്യേകിച്ച് ഞാൻ ഒന്നും നോക്കിയില്ല. കാരണം നമ്മുടെ കൂടെയുള്ള ഫാമിലിയുടെ ഒരു റിലേറ്റീവ് ഇവിടെ താമസിക്കുന്നുണ്ട്. അയാൾക്ക് ജയ്പൂർ എല്ലാം അറിയാം. അപ്പോൾ അയാൾ പറഞ്ഞു തരും. അയാളാണ് നമ്മളെ ഇതെല്ലാം കൊണ്ട് നടന്ന് കാണിക്കണത്. ഇപ്പം നമ്മൾ അവരുടെ അടുത്തെത്തിയിട്ടില്ല. ജയ്പൂരിലേക്ക് കടന്നപ്പോൾ തന്നെ ഫുൾ പിങ്കായിരുന്നു. അപ്പോൾ നമ്മൾ കാർ ജസ്റ്റ് പാർക്ക് ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പോഴാണ് അവിടെ ഇഷ്ടംപോലെ പ്രാവുകളെ നമ്മൾ കണ്ടത്. നമുക്കിനി അതിന് കുറച്ച് തീറ്റയൊക്കെ കൊടുക്കാം.
അപ്പം നമ്മൾ ജയ്പൂർ എത്തി. ജയ്പൂർ പിങ്ക് സിറ്റിയിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ തീർന്നു. നാളെ നമുക്ക് ഹവാമഹലിൻ്റെ വീഡിയോ എടുക്കാം. ഓക്കെ, ബൈ.